Hey guys, so this video is for Febin. I know it's very late. ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. എനിക്ക് കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അയച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ there was some reason I was not able to upload, but still this is for ഫെബിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് എനിക്കറിയാം. It's going to be 1 year, but still okay, enjoy your കല്യാണത്തിന് മുമ്പത്തെ ദിവസങ്ങൾ. ഓക്കെ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഫെബിൻ അയച്ചാൽ ഫെബിൻ പറയും ഇതെന്തിനാണ് ഇപ്പം അയക്കുന്നത്, ഇത് കഴിഞ്ഞതല്ലേ. പക്ഷേ ഇത് കാണുമ്പോൾ ഫെബിനുള്ള എന്താ പറയുക, ആ കല്യാണത്തിന് മുമ്പത്തെ ദിവസങ്ങൾ ഓർമ്മ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് യു ബി ഹാപ്പി ആഫ്റ്റർ സീയിങ് ദിസ് വീഡിയോ. ആൻഡ് ഈവൻ ദോ ഇഫ് ഐ ഡോണ്ട് അപ്ലോഡ് ദിസ്, ഫെബിൻ ആൻഡ് റോഷൽ, ദിസ് ഇസ് ഫോർ യു. ഷോപ്പിംഗ് എന്നൊക്കെ ശരിയായിട്ടില്ല. പണ്ട് വീടും മേടിക്കാൻ പറ്റുന്നത് പർച്ചേസിങ് വീട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ നമുക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ എനിക്ക് വേണ്ടി ഡ്രസ്സ് നോക്കാനാണ് പോയത്. അപ്പോൾ ഫെബിൻ്റെ കല്യാണത്തിന് ഞാനിപ്പോൾ MC ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് പെർട്ടിക്കുലറായിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ വേണം, എനിക്ക് ഇങ്ങനത്തെ വേണം, എനിക്കെല്ലാം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തപ്പി അവസാനം ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് വെസ്റ്റേൺ ഗൗൺ തന്നെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ജയലക്ഷ്മി പോയി. അവിടെ പോകുമ്പോൾ ഒരു ലെഹങ്ക കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലെഹങ്ക ഒന്നും എനിക്ക് ചേരുമില്ല, അതും സ്ലീവ്ലെസ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ ഇതാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് മേടിപ്പിക്കും. യെസ്, അങ്ങനെ നമ്മൾ ഷോ ഓഫ് എത്തി. ഷോ ഓഫ് എൻ്റെ സ്ഥിരം സ്ഥലമാണ്. ഞാൻ ചെറുതിലപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ മേടിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ നിന്നാണ്. എല്ലാ വെസ്റ്റേൺ ഗൗൺസൊക്കെ മേടിക്കുന്നത്. ഇറ്റ്സ് സോ നൈസ്, വെറൈറ്റി ഓഫ് പാറ്റേൺസ് ഉണ്ടാവും അവിടെ. പിന്നെ ഗൗൺ അല്ലാണ്ട് പിന്നെ വേറെ കുറേ ഫ്രോക്ക് ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കുള്ളൂ. പിന്നെ ഓരോന്നും ഇട്ടിട്ട് സാറ്റിസ്ഫൈ ആയില്ല. എല്ലാം ഇട്ട് നോക്കി, എല്ലാം ഇട്ട് നോക്കി. എന്നിട്ട് എനിക്ക് ഒരു വിഷമമായിരുന്നു, ഒന്നും കിട്ടിയില്ലല്ലോ. എനിക്ക് ഒരു ഡ്രസ്സ് നോക്കിയാൽ ഭയങ്കര സാറ്റിസ്ഫൈ ആവണം. എനിക്ക് പിന്നീട് ഇടാൻ പറ്റുന്ന പോലെ അങ്ങനത്തെ ഒരു അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് വേണം. പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇറ്റ് വാസ് സൺഡേ, വി വെൻറ്റ് ടു ഉള്ളാൾ. അവിടെ പോയിട്ട് കുർബാന കൂടി. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി കുർബാനയ്ക്കല്ല, നമ്മൾ ഹാള് കാണാനാണ് പോയത്. ഫെബിൻ്റെ കല്യാണത്തിൻ്റെ ഹാള് കാണാനാണ് പോയത്. അപ്പോൾ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഫെബിൻ്റെ വീട്ടിൽ പോയി. അവിടെ എന്തായിരുന്നു, അവിടെ അപ്പവും ബീഫ് കറി അടിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കൊച്ചിൻ്റെ കൂടെ കളിച്ച്. ഇറ്റ് വാസ് സോ ഫൺ ആൻഡ് ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദിസ് ഡേ. ഇത് സൺഡേ ആയിരുന്നു. ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ മൺഡേ എനിക്ക് കോളേജ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മൺഡേ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സൺഡേ തന്നെ ഇറങ്ങി നമ്മുടെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഫെബിൻ്റെ കല്യാണത്തിന് നമ്മുടെ ഫാമിലി ആയിരുന്നു കൊയർ. അപ്പോൾ കൊയർ പാടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അമ്മച്ചിൻ്റെ വീട്ടിൽ പോയി. അവിടെയായിരുന്നു കൊയർ പ്രാക്ടീസ്. സോ അവിടെ ഇച്ചിരി എല്ലാവരും ഫണ്ണായിട്ട് അടിച്ച് പൊടിച്ച് അത് കഴിഞ്ഞിട്ട് വർത്താനമായി, ലാഫ്റ്റർ, എവറിത്തിങ് വാസ് ഡൺ. ആൻഡ് ദെൻ
എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷോപ്പിൽ പോയി, അവിടെ ഒന്നും കിട്ടിയില്ല. കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി നാണം കിട്ടും, ഒന്നും കിട്ടിയില്ല. ഇട്ട് ഇറങ്ങുക, ട്രയൽ റൂമിൽ കയറുക, പിന്നെ ഇറങ്ങുക, ട്രയൽ റൂമിൽ കയറുക, പിന്നെ ഇറങ്ങുക. എനിക്ക് തന്നെ മടുത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സൺഡേ വൈകുന്നേരം വി വെൻ ടു ജയലക്ഷ്മി. ഫ്രം ദേ വി ബോട്ട് ലെഹങ്ക. അപ്പോൾ ഞാനായിരുന്നു ഡാൻസ് മാസ്റ്റർ. അപ്പോൾ ഡാൻസ് എല്ലാം പഠിപ്പിച്ച് ഇത് ഇത്ര നാളായി, ഇത് ഒരു ഐ തിങ്ക് 3 വീക്സ് മാക്സിമം 3 വീക്സ് അത്രയും പോയുള്ളൂ. എല്ലാവരും ഭയങ്കര ഡാൻസ് പഠിച്ച്. അപ്പോൾ ഇറ്റ് വാസ് സോ ഫൺ. എല്ലാവരും വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകുമ്പോൾ മറ്റേ നമ്മൾ ഒരു കല്യാണ വീട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു അവിടെ. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് കല്യാണമൊക്കെ അടുത്ത് വന്നപ്പോൾ പിന്നീട് മിസ്സാവാൻ തുടങ്ങി. ഇനി അങ്ങനെ ഇല്ലല്ലോ, ഇനി അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ, അതൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു. ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് സോ ഫൺ, ഇറ്റ് വാസ് വെരി നൈസ്, വി എൻജോയ്ഡ് എ ലോട്ട്. യെസ്, അപ്പോൾ ഇന്ന് ബാച്ചിലേഴ്സ് പാർട്ടി ആയിരുന്നു. ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയാനൊന്നും പറ്റില്ല, ബാച്ചിലേഴ്സ് മാത്രമല്ലായിരുന്നു, അവിടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഡാഡി മമ്മി ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലാണ് ചെയ്തത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളത് ബാച്ചിലേഴ്സ് പാർട്ടി പോലെ ആക്കി. ഓക്കെ, ഇവിടെ ഇപ്പം പുറത്ത് പോയി അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി സർപ്രൈസ് പാർട്ടി ആണല്ലോ. ഇതിപ്പോൾ ഫെബിന് അറിയാമെന്ന് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെബിനും അവിടെ വന്നിരിക്കുന്നുണ്ടായി, നമ്മൾ വരണ്ടെന്ന് പറഞ്ഞാലും വന്ന ആൾ. അങ്ങനെ വീട്ടിൽ വന്ന് അത് നമ്മൾ പുറത്ത് പോയി കോക്ക് സ്പ്രൈറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ബാക്കിയുള്ളവർ ഫ്രണ്ട്സൊക്കെ ഡെക്കറേഷൻ ചെയ്ത്. ഡെക്കറേഷൻ വാസ് റിയലി ഗുഡ്. എനിക്കത് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരക്കിലായിരുന്നു ആ സമയത്ത്, എനിക്കൊന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല. ബട്ട് ആവണത്ര ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. കണ്ട അവിടെ നോക്കി ചിരിക്കണണ്ട, നമ്മൾ പറഞ്ഞു വരല്ലേ എന്ന്, എന്നിട്ടും അവിടെ നിന്ന് കണ്ട്. എനിക്കൊരു എക്സാക്ട് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രോബ്ലം എൻ്റെ കോളേജിലത്തെ വർക്ക് ലോഡും, പിന്നെ അതുമല്ലാണ്ട് റിസർച്ച് ചെയ്യുന്ന വർക്ക് ലോഡും. എനിക്ക് പിന്നെ എന്നോട് MC ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഐ കുഡൻറ്റ് തിങ്ക്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ ദിവസങ്ങളിൽ മൊത്തം ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. ആകെ ഒരു ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. ബട്ട് ദിസ് പാർട്ടി വാസ് റിയലി ഗുഡ്. എല്ലാവരും എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെല്ലാം. ആ മൂമെൻറ്റ്സ് ഒക്കെ മിസ്സാവും. ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വീട് ഉറങ്ങിയ പോലെ ആയിപ്പോയി. ഞാൻ മമ്മിനോട് പറയുന്നു, ഒരു കല്യാണ വീടായ എല്ലാവരും നിൽക്കുമ്പോൾ ഒരു കല്യാണ വീട് പോലെ ഉണ്ടായ വീട് പെട്ടെന്ന് എല്ലാവരും പോയപ്പോൾ, കല്യാണം തീർന്നപ്പോൾ ഒരു ഉറങ്ങിയ പോലെ ആയിപ്പോയി. അത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, ആ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട്. ബട്ട് എനിക്ക് ഈ വീഡിയോ ഇട്ടാക്കുമ്പോഴേക്ക് ഇപ്പോഴും സന്തോഷം തോന്നുന്നു. യെസ്, അപ്പോൾ ഫെബിൻ്റെയും റോഷലിൻ്റെ റോസ് ആയിരുന്നു. ഫെബിൻ്റെ ഫസ്റ്റ്, പിന്നെ റോഷലിൻ്റെ സെക്കൻഡ്. ഞാൻ റോഷലിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ അധികം വീഡിയോസ് ഒന്നും ഇല്ല. ഇതായിരുന്നു റോസ്. അതിൻ്റെ നമുക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല.
യെസ്, അപ്പോൾ വെഡ്ഡിങ് ഡേക്ക് എനിക്ക് അധികം ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ MC ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ കിട്ടിയത് ആ ഡാൻസ് വീഡിയോ മാത്രമാണ്. പിന്നെ ഇത് ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് എൻഡ് ഓഫ് ദി വീഡിയോ. സോ ഈ കുഞ്ഞ് വീഡിയോ അതിന് മുമ്പ് ഫെബിൻ ആൻഡ് റോഷൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും. അൻറ്റിൽ ദെൻ ബൈ.